നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ബാങ്കിങ് സെക്ടറിലെ ഒരു തൊഴിലവസരം നോക്കുന്നവർക്ക് ഏറ്റവും ശുഭകരമായൊരു വാർത്തയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക്, ഏറ്റവും വലിയ ബാങ്ക്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ 5 ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പൊസിഷനിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ജൂനിയർ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ തസ്തികകളുടെ എണ്ണം 14,191 ഓപ്പർച്യൂണിറ്റീസാണ്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റ് തന്നെയാണ്. 14,191 ഓപ്പർച്യൂണിറ്റീസ്, ഏതാണ്ട് 15,000-നടുത്ത് അവസരങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നത്. അപ്പോൾ ഇത് ജൂനിയർ അസോസിയേറ്റ് എന്നുള്ള ടേമിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡെസിഗ്നേഷൻ്റെ പേര് മാറ്റിയതാണ്. മുൻകാലങ്ങളിൽ ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറഞ്ഞ പൊസിഷൻ, ഇപ്പോൾ ക്ലർക്ക് എന്ന് പറയുന്നൊരു പൊസിഷൻ അവർക്കില്ല. ജൂനിയർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണ്. അവരുടെ ജോലിയുടെ രീതികളുമൊക്കെ മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു ബാങ്ക് ക്ലർക്കിൻ്റെ ജോലിയല്ല ഇന്ന് ഒരു ജൂനിയർ അസോസിയേറ്റിൻ്റെ ജോലി. കുറച്ചുകൂടെ ഉയർന്ന ഒരു പൊസിഷനായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. മികച്ച ശമ്പള സ്കെയിലുണ്ട്, മികച്ച ഒരു റെപ്യൂട്ടേഷൻ സമൂഹത്തിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നിൽ ഒരു നല്ല തസ്തികയിൽ കയറാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ബാങ്കിങ് ജോലി നോക്കുന്നവർക്കുള്ള സുവർണ അവസരം. ഇത് മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ നമ്പേഴ്സാണുള്ളത്. 14,000-ത്തിലധികം അവസരങ്ങൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 428 അവസരങ്ങൾ, 428 ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരു അവസരമാണ്. 428 അവസരങ്ങൾ നമ്മളുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് യോഗ്യത അവർ പറയുന്നത് ഡിഗ്രിക്കാരെയാണ് അവർക്ക് ആവശ്യം. ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് റെഗുലർ കാറ്റഗറിയിൽ 13,735 പേരും, ബാക്ക്ലോഗ് മുൻകാലങ്ങളിലെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടി 456, അങ്ങനെ ടോട്ടൽ 14,191 വേക്കൻസികളാണുള്ളത്. അപ്പോൾ ഈ 428 വേക്കൻസി കേരളത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡിഗ്രിക്കാരനായിരിക്കണം, എന്നാൽ ഡിഗ്രിക്കാരി ആയിരിക്കണം, ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതിനകത്ത് പ്രിലിമിനറി എക്സാം ഉണ്ട്, അത് ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. അതുപോലെ തന്നെ ഒരു മെയിൻ എക്സാം ഉണ്ട്, അത് മാർച്ചിലായിരിക്കും നടക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. 11 സെൻറ്റേഴ്സ് കേരളത്തിലെമ്പാടുമുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, മിക്കവാറും എല്ലാ ജില്ലകളിലുമായിട്ട് സെൻറ്റേഴ്സ് വ്യാപിച്ച് കിടക്കുന്നു. ആകെ 11 സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ അതിനകത്ത് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന്, എലിജിബിലിറ്റി, സാലറി, ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. എലിജിബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. അത് 2024 ഡിസംബർ 31 അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ഒരു ഡിഗ്രിക്കാരിയോ ആയിരിക്കണം. അതായത് 2024 ഡിസംബർ 31 ശേഷം ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി, അതിൻ്റെ ഇക്വലൻസി ഉണ്ടായാൽ മതി. അതിന് പെർസെൻറ്റേജ് മാർക്ക് കട്ട് ഓഫ് പറയുന്നില്ല. 60% 50% ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏത് സ്റ്റേറ്റിലും, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലുമായിട്ടാണ് ഈ 14,100 വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫിക്സ് ചെയ്യാം. അത് പിന്നെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ മദർ ടങ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് കേരളത്തിൽ നിന്നുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, കേരളത്തിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. എലിജിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏജുമായി ബന്ധപ്പെട്ട എലിജിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 1-ാം തീയതി, അതായത് 2024 ഏപ്രിൽ മാസം 1-ാം തീയതി നിങ്ങൾക്ക് 20 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ള ആളായിരിക്കണം. അതായത് 2024 ഏപ്രിൽ 1-ന് 28 വയസ്സ് ക്രോസ് ചെയ്തവരാകരുത്. അപ്പോൾ അതിൽ 28 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൽ സ്പെഷ്യൽ കാറ്റഗറിക്ക് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ ഗവൺമെൻറ് അനുസൃതമായിട്ടുള്ള ഇളവുകൾ ലഭിക്കും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടായിരിക്കും. ഈ പ്രിലിമിനറി പരീക്ഷയിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ്
ക്വസ്റ്റ്യൻ സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ലഭിക്കും. അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരും, ന്യൂമറിക്കൽ എബിലിറ്റി വരും, ലോജിക് ആൻഡ് റീസണിങ് വരും, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരും. ഒരു ബാങ്ക് പരീക്ഷയിൽ നിങ്ങൾ സാധാരണ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയായിരിക്കും. അപ്പം ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ജനറൽ പ്രിപ്പറേഷൻ ചെയ്യാം. ബാങ്കിങ് ടെസ്റ്റിന് വേണ്ടിയുള്ള യൂട്യൂബ് വീഡിയോസ് പലതുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അതുമല്ലെങ്കിൽ indiabix.com INDIABIX.com പോലെയുള്ള ഫ്രീ വെബ്സൈറ്റ് ഉണ്ട്. അവിടെയൊക്കെ കയറി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി ഉള്ള പ്രിപ്പറേഷനൊക്കെ ഒന്ന് നടത്താം. ഇനി ഈ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 100 ചോദ്യം 1 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞു. തെറ്റുത്തരത്തിന് 1/4 മാർക്ക് പോകും. അതായത് 4/1 മാർക്ക് നിങ്ങൾക്ക് പോകും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നെഗറ്റീവ് മാർക്ക് തെറ്റുത്തരങ്ങൾക്ക് ലഭിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ എഴുതാനുള്ള അവസരമുണ്ട്. അപ്പം ഇംഗ്ലീഷിൻ്റെ പോർഷൻ, അതായത് ഇംഗ്ലീഷ് അഭിരുചി പരീക്ഷിക്കുന്നൊരു പോർഷനുണ്ട്, അത് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ബാക്കിയുള്ള പരീക്ഷകൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ചോയ്സ് അനുസരിച്ച് ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിൽ കിട്ടും, ഹിന്ദിയിൽ കിട്ടും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിലിമിനറി പരീക്ഷയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതാണ്ട് ടോട്ടൽ അവസരങ്ങളുടെ 10 ഇരട്ടി പേരെയായിരിക്കും അവർ പ്രിലിമിനറി പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതായത് ഏകദേശം ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടല്ലോ 14,000, അതിൻ്റെ 10 ഇരട്ടി. അപ്പോൾ ഏതാണ്ട് 1,40,000 പേരെ അവർ പ്രിലിമിനറി പരീക്ഷയിൽ അങ്ങ് സ്ക്രീൻ ചെയ്യും. അത്രയും പേരെ ആക്സെപ്റ്റ് ചെയ്യും. ഇവർക്കായിരിക്കും മെയിൻ പരീക്ഷയുള്ളത്. മെയിൻ പരീക്ഷ ഏതാണ്ട് 2.25 മണിക്കൂറുള്ള ഒരു പരീക്ഷയായിരിക്കും. 200 മാർക്കുള്ള ഒരു എക്സാം ആയിരിക്കും. അതിനകത്ത് ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് എബിലിറ്റി, ലോജിക്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രിലിമിനറി എക്സാമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ടോട്ടൽ അവസരങ്ങൾ എത്രയാണോ അതിൻ്റെ 10 ഇരട്ടി പേരെ തിരഞ്ഞെടുക്കും. അതിൻ്റെ അകത്തുനിന്നായിരിക്കും രണ്ടാമത്തെ പരീക്ഷയിൽ ഒന്നുകൂടി അവർ ചുരുക്കി ഒരു പട്ടിക, ഒന്നുകൂടി ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് കേരളത്തിൽ എല്ലാം സെൻറ്റേഴ്സ് ഉണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തേക്കുന്ന സെൻറ്റേഴ്സ് ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള ആൾക്കാർക്ക് സൗകര്യപ്രദമായി നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ കിട്ടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. അതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഫൈനലാക്കുന്നതിന് മുമ്പായിട്ട് അവർ നമ്മളുടെ പ്രാദേശിക ഭാഷ, ഫോർ എക്സാമ്പിൾ മലയാളിയാണെങ്കിൽ മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ, അതിൻ്റെ പരിജ്ഞാനം നോക്കാനായിട്ടുള്ള ഒരു ബേസിക് പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മളുടെ ഒരു 10th +2 ക്വാളിഫിക്കേഷനുള്ള ആ ഒരു എക്സാം മാത്രമായിരിക്കും. പക്ഷേ മലയാളം 10ാം ക്ലാസ്സിലോ ഹയർ സെക്കൻഡറിയിലോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 10th നമ്മൾ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലും നമ്മൾ മലയാളം നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഈ പരീക്ഷയിൽ നിന്ന് എക്സംപ്റ്റഡ് ആവും. അതേസമയം 10ാം ക്ലാസ്സിൽ നമ്മൾ മലയാളം പഠിച്ചിട്ടില്ല, +2 നമ്മൾ മലയാളം പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവർ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയായിരിക്കും നമ്മളെ ഫൈനലൈസ് ചെയ്യുക. ആ കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മലയാളികൾക്ക് പൊതുവേ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ വിദേശത്തൊക്കെയാണ് 10th പഠിച്ചത്, അവിടെ മലയാളം പഠിച്ചില്ല, ആ സമയത്ത് മലയാളത്തിന് വരെ ഹിന്ദി എടുത്തു, +2ലും ഹിന്ദിയാണ് എടുത്തത്. പക്ഷേ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മലയാളം വെച്ച് കേരളത്തിലെ നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് ആയിട്ട് വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ മറ്റൊരു പരീക്ഷ മലയാളത്തിലെ അറിവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി എഴുതേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രൊസീജിയറിനെ കുറിച്ച് ഞാൻ പറയാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വേണം. നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് 4.5 x 3.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു കളർ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ഡയമെൻഷൻ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൈറ്റിൽ. അതായത് 200 x 230 പിക്സൽസ്, 200 x 230 പിക്സൽസ് വലിപ്പം വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അതുപോലെ 20 KB താഴെയുള്ള ഫയലായിരിക്കണം. നിങ്ങളത് ചെയ്തു വരുമ്പോൾ ഒരു 2 MB ഉള്ള ഫയലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. 20 KB ഉള്ള ഫയൽ, അതും 230 x 200 പിക്സൽസ് വലിപ്പം ഉണ്ടാകാവുള്ളൂ റെസല്യൂഷൻ. അതുപോലെ 4.5 സെൻറ്റിമീറ്റർ x 3.5 സെൻറ്റിമീറ്റർ. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്തൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ അതിനാരുടെയെങ്കിലും സപ്പോർട്ടൊക്കെ എടുത്ത് വേണം ഇത് ചെയ്യാൻ. അതുപോലെ വെള്ള പേപ്പറിൽ കറുത്ത ഇങ്ക് ഉപയോഗിച്ച് ഉള്ള ഒരു ഒപ്പ് നിങ്ങൾ
ഒരു പേന കൊണ്ട് ഇട്ട് അത് നിങ്ങൾ സ്ഥിരമായി ഒപ്പിടുന്ന വലിപ്പത്തിൽ തന്നെ ഇട്ട് അതിനെ ഒരു JPG ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക. അത് 10 മുതൽ 20 KB വരെ സൈസേ അതിനും ഉണ്ടാകാവുള്ളൂ. അത് ആ രീതിയിലൊക്കെ ഓൺലൈൻ ടൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 140x60 പിക്സലാണ് ഒപ്പിൻ്റെ വലിപ്പം. 140 പിക്സൽ വീതിയും 60 പിക്സൽ ഹൈറ്റും ഉള്ള രീതിയിലായിരിക്കണം ഒപ്പ് നിങ്ങൾ ക്രമീകരിക്കേണ്ടത്. അതുമൊക്കെ ആ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ എളുപ്പം സാധിക്കും. അല്ലെങ്കിൽ ഇതിനുള്ള ഓൺലൈൻ ടൂൾസൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇടത് കൈയിലെ വിരലടയാളം നിങ്ങൾ ഒന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതും JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് 240x240 240x240 പിക്സൽസ് ഒരു സ്ക്വയർ ആയിട്ടുള്ള വലിപ്പത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ 200 DPI റെസൊല്യൂഷൻ വേണം. 3 സെൻറ്റിമീറ്റർ x 3 സെൻറ്റിമീറ്റർ ആ വലിപ്പമുള്ള 20 KB ഫയലായിട്ട് വേണം അതും അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ SBIയുടെ നോട്ടിഫിക്കേഷനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി വായിച്ച് ഈ റെസൊല്യൂഷൻ്റെ വലിപ്പം ഇതൊക്കെ ഒന്നും സംശയമില്ലാത്ത രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ എന്നുള്ള കാര്യം പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ എഴുതണം. അത് പ്രിൻ്റ് ചെയ്താൽ പോരാ, നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ നിങ്ങൾ കറുത്ത മഷിയിൽ വെള്ള നിറത്തിലുള്ള പേപ്പറിൽ എഴുതിയ ഒരു ഡിക്ലറേഷൻ വേണം. അതും JPG ഫോർമാറ്റിൽ അതിനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 800x800 പിക്സൽ വലിപ്പത്തിൽ വേണം ഈ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാൻ. അതായത് 10 സെൻറ്റിമീറ്റർ x 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റും വെച്ച് ഫയൽ സൈസ് 50 KB മുതൽ 100 KB വരെ, അതായത് 50 KB to 100 KB ഫയൽ സൈസേ ഈ ഡിക്ലറേഷൻ എഴുതിയതിന് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിക്ലറേഷൻ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് എക്സാക്റ്റ് അതേ വാക്കുകൾ നിങ്ങൾ ആ ഡിക്ലറേഷനിൽ എഴുതുക. കൈകൊണ്ട് എഴുതിയ കാര്യം വേണം. നിങ്ങളുടെ സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷനൊക്കെ നല്ല റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കയറി കണ്ട് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ജനുവരി 7 ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 7, 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 2025 ജനുവരി 7 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏതാണ്ട് 14,000-ലധികം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം ഓർത്തിരിക്കുക. അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ശമ്പളത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. ഈ സാലറി സ്ട്രക്ചർ അല്ലെങ്കിൽ പേ സ്കെയിൽ വരുന്നത് 24,050 to 64,480. നിങ്ങൾ ഓരോ ഇൻക്രിമെൻറ്റ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ സീനിയോറിറ്റി കൂടുന്നതനുസരിച്ച് തുടക്കത്തിൽ 26,730 നിങ്ങൾക്ക് കിട്ടുക അടിസ്ഥാന ശമ്പളം. അപ്പോൾ ഇവരുടെ പേ സ്കെയിൽ 24,050, 64,480. പക്ഷേ നിങ്ങൾക്ക് തുടക്കത്തിലുള്ള അടിസ്ഥാന ശമ്പളം ബേസിക് പേ എന്ന് പറയുന്നത് 26,730 ആയിരിക്കും. പക്ഷേ അത് 64,480 വരെ ഗ്രോ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് നല്ലൊരു റെപ്യൂട്ടേഷനുള്ള, അത്യാവശ്യം നല്ലൊരു ശമ്പളമുള്ള, തുടക്കക്കാരെ സംബന്ധിച്ച് നല്ലൊരു റെപ്യൂട്ടേഷനോട് കൂടി ഒരു നിങ്ങളുടെ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ ഭാഗമാകാനുള്ള അവസരം. ഈ അവസരം നിങ്ങൾക്ക് മുതൽക്കൂട്ടാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു അവസരം അവർക്ക് ഉപകാരപ്പെട്ടേക്കാം, അവർ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ അവരോടും ഒന്ന് പ്രോംപ്റ്റ് ചെയ്യുക. ഒരിക്കൽ കൂടി ഏറ്റവും മനോഹരമായ, ശോഭനമായ കരിയർ നിങ്ങൾക്ക് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ watching this video.